ഭൗതിക വികസനങ്ങളുടെയും നേട്ടങ്ങളുടെയും പിന്നാലെ അനസ്യൂതം പ്രയാണം തുടരുന്ന ആധുനിക ലോകത്തിൽ വിസ്മരിക്കപ്പെടുന്ന ഏറെ മൂല്യങ്ങളുണ്ട്. ഈ ലോകത്തിന്റെ ദൃഷ്ടിയിൽ നിന്നകലുന്ന അനേകം മുഖങ്ങളുണ്ട്. നമുക്കു ചുറ്റും അനേകാത്മാക്കൾ നന്മയുടെയും സ്നേഹത്തിന്റെയും കരസ്പർശം കൊതിക്കുന്നു. ഇവിടെ പകൽ ചൂടിൽ കരിഞ്ഞുണങ്ങുകയും ജീവിതയാഥാർത്ഥ്യങ്ങളുടെ നെരിപ്പോടിൽ എരിഞ്ഞമരുകയും ചെയ്യുന്ന അനേകായിരങ്ങൾ ഒരു സാന്ത്വന സ്പർശത്തിനായി കാത്തിരിക്കുന്നു. അതെ, ഈ മണ്ണിൽ ദൈവത്തിന്റെ അനന്തമായ കരുണയുടെ വക്താക്കളാകുവാൻ നാം ഏവരും വിളിക്കപ്പെട്ടിരിക്കുന്നു. നഗരവൽക്കരണത്തിന്റെ സങ്കീർണതകൾക്കും ഈ സമൂഹത്തിന്റെ തിരക്കേറിയ ദിനചര്യകൾക്കുമിടയിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു വലിയ വിഭാഗം നമുക്കിടയിലുണ്ട്. കുടുംബം പുലർത്തുവാൻ വേണ്ടി പകലന്തിയോളം വിയർപ്പൊഴുക്കുകയും രാപ്പകലില്ലാതെ തെരുവിലലയുകയും ചെയ്യുന്ന ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു കൂട്ടം മനുഷ്യർ. അതിനുമപ്പുറം സഹായത്തിനോ സാന്ത്വനത്തിനോ ആരും കൺമുന്നിലെത്താത്ത നിരാശയുടെ കയങ്ങളിൽ കഴിയുന്നവർ. അങ്ങനെ കാരുണ്യത്തിന്റെ സ്പർശമർഹിക്കുന്ന അനേകായിരങ്ങൾക്കു വേണ്ടിയാണ് തൃശ്ശൂരിൽ ഒരു ദശാബ്ദം മുൻപ് ശാന്തി സമാജ് ആരംഭം കുറിക്കുന്നത്. 2006 ശാന്തി സമാജിൻ്റെ പ്രവർത്തന മേഖലയുടെ ആദ്യഘട്ടമായ തൃശ്ശൂർ മാർക്കറ്റിൽ തൊഴിലാളികളുമായി സംസാരിക്കുകയും അതുവഴി തൊഴിലാളികളുടെ ഇടയിൽ അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ കേന്ദ്രീകരിച്ചൊരു മാഗസിൻ ഇറക്കുകയും ചെയ്തു. ശക്തകാകളം എന്ന മാഗസിനിലൂടെയാണ് തൊഴിലാളികളെ പരിചയപ്പെടുത്തുന്നതും അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുഭവങ്ങളെ പുറത്തു കൊണ്ടുവരികയും തൊഴിലാളികളെക്കുറിച്ചുള്ള വ്യക്തമായൊരു ധാരണ ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുവാനൊക്കെ സാധിച്ചതും. അതുവഴിയായിട്ട് 2007 ജൂൺ 8 ശാന്തി സമാജിനൊരു ഓഫീസ് ലഭിക്കുകയും ആ ഓഫീസിലൂടെ കർമ്മരംഗങ്ങളെക്കുറിച്ചുള്ള പ്രവർത്തനങ്ങളെ വിലയിരുത്തുവാനായിട്ട് ഫാദർ വർഗീസ് കരിപ്പേരിയച്ചൻ്റെ നേതൃത്വത്തിൽ അന്ന് കൂടുകയുണ്ടായി. 16 പേരടങ്ങുന്ന ഒരു ബാച്ചാണ് ആദ്യത്തെ ആ ടീമിലുണ്ടായിരുന്നത്. അതുവഴിയായിട്ട് 2008 ഒക്ടോബർ 2 ശാന്തി സമാജിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം തൃശ്ശൂർ മോൺസിനോർ റാഫേൽ തട്ടിൽ നിർവഹിക്കുകയും അന്ന് ശാന്തി സമാജിൻ്റെ ശാന്തിരഥം എന്ന വണ്ടിയിലൂടെ പൂരപ്പറമ്പ് മാർക്കറ്റുകൾ, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡുകൾ ഒറ്റപ്പെട്ടിരിക്കുന്നവരുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുവാനും അവരോടുമായി സൗഹൃദം പങ്കുവെച്ച് അവരുടെ തങ്ങളിൽ ഒരുവനായിട്ട് ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും അവരെ ഷെയർ ചെയ്തുകൊണ്ട് അവരുടെ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ച് അവരെ ധ്യാനത്തിനയക്കുകയും അതുവഴിയായിട്ട് അവർക്ക് പല സെൻറ്ററുകളിലും അവരെ ഒരു മാസം താമസിപ്പിക്കുകയും അങ്ങനെ ജോലി കൊടുത്ത് അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഒത്തിരി പേരെ രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട വർഗീസ് കരിപ്പേരിയച്ചൻ്റെ നേതൃത്വത്തിൽ കുറെ നല്ല മനുഷ്യർ തൃശ്ശൂരിൽ ഒരുമിച്ചുകൂടി തെരുവിലേക്കിറങ്ങിയപ്പോൾ അവിടെ ഒരു ഇതിഹാസം രചിക്കപ്പെടുകയായിരുന്നു. ഓരോ നഗരങ്ങളുടെയും ഇരുണ്ട കോണുകളിൽ താവളമടിക്കുന്ന അന്യദേശക്കാർ മുതൽ ജീവിതം വഴിമുട്ടി നിരാശയിൽ അകപ്പെട്ടവർ വരെ ആർക്കും ഈ കൂട്ടായ്മ
ഒരഭയസ്ഥാനമാണ്. 10 വർഷം പിന്നിട്ട ഈ പ്രസ്ഥാനത്തിൻ്റെ വിജയത്തിന് പിന്നിൽ അന്നു മുതൽ കരിപ്പേരി അച്ഛനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ശുശ്രൂഷകരുടെ നിസ്വാർത്ഥമായ പ്രവർത്തന സന്നദ്ധതയും ആത്മീയ തീഷ്ണതയുമാണ്. കാരുണ്യവർഷത്തിൻ്റെ ഈ ചിന്തയിൽ നിൽക്കുമ്പോൾ 5-10 വർഷങ്ങൾക്ക് മുമ്പ് ഈ ശക്തൻ സ്റ്റാൻഡുമായി ബന്ധപ്പെടുത്തി ഈ മാർക്കറ്റിലെ തൊഴിലാളികൾ, വിവിധങ്ങളായ കർമ്മമണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്നവരെ ഒന്നിച്ച് പ്രാർത്ഥിക്കുവാനും ഒന്നിച്ച് പ്രവർത്തിക്കുവാനും കാരുണ്യത്തിൻ്റെ സൽഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും തയ്യാറായതിൻ്റെ ഫലമാണ് ശാന്തി സമാജ്. ശാന്തി സമാജ് ഒരു ചാരിറ്റബിൾ വെൽഫെയർ സൊസൈറ്റിയാണ്. ഈ ശാന്തി സമാജിലെ 25ഓളം സുഹൃത്തുക്കൾ ഏകമനസ്സോടെ പ്രവർത്തിക്കുമ്പോൾ അവിടെ മഹാത്ഭുതങ്ങൾ നടക്കുകയാണ്. ഓരോരുത്തരും ഓരോ സിദ്ധിവിശേഷത്തിലൂടെ പ്രവർത്തിക്കുന്ന കാഴ്ച വളരെ മനോഹരമാണ്. ദശാംശം മാറ്റിവെച്ചുകൊണ്ട് തളർന്നു കിടക്കുന്ന മക്കൾക്ക് മാസാമാസം അവർക്ക് ജീവിതത്തിൽ കഴിയാൻ പറ്റുന്ന തരത്തിൽ സമ്പാദ്യങ്ങൾ എത്തിക്കുക, അവരുടെ വേദനയിൽ ഒരല്പം സഹായമാവുക, അതുപോലെ പ്രീപെയ്ഡ് ദശാംശം ഒരു മാസം പണത് കിട്ടുന്നതിൻ്റെ തുകയുടെ ദശാംശം 1-ാം തീയതി തന്നെ മാറ്റുന്ന വിശ്വാസത്തിൻ്റെ മനോഹരമായ കാഴ്ച. അതുപോലെ ഭക്ഷണപ്പൊതിയുമായിട്ട് പാവപ്പെട്ടവരുടെ ഇടയിലേക്ക് ഇറങ്ങുന്ന, മോരുവെള്ളവുമായിട്ട് ദാഹം ശമിപ്പിക്കുന്ന, ഇങ്ങനെ ഒത്തിരി പേരെ കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്ന, അതുപോലെ തന്നെ ഡയാലിസിസ് രോഗികൾക്ക് തനിക്ക് ലഭിക്കുന്നതിൻ്റെ 80% ഒരു കൊച്ചു കടയിൽ നിന്ന് തനിക്ക് ലഭിക്കുന്നതിൻ്റെ 80% സമൂഹത്തിന് കൊടുക്കുന്ന മറ്റൊരു സുഹൃത്ത്. ഇവരെല്ലാം കൂടിച്ചേർന്നാണ് ശാന്തി സമാജ് എന്നുള്ള മനോഹരമായ മൂവ്മെൻറ്റ്. ജീവിതം വഴിമുട്ടി ആത്മഹത്യയുടെ വക്കിലെത്തിയ ഒട്ടേറെ പേർക്ക് ശാന്തി സമാജ് അത്താണിയായി മാറിയിട്ടുണ്ട്. തൃശ്ശൂരിൻ്റെ തെരുവോരങ്ങളിൽ സഞ്ചരിച്ച് ഒറ്റപ്പെട്ടവരെയും ദുഃഖിതരെയും നിരാലംബരെയും അന്വേഷിച്ച് കണ്ടെത്തുന്ന ഈ ശുശ്രൂഷകർ ദൈവത്തിൻ്റെ അനന്തമായ കരുണയുടെ ശക്തരായ പ്രഘോഷകരാണ്. ഒരു വ്യക്തി മദ്യക്കുപ്പിയുമായി അതിൽ വിഷം ചേർത്ത് കഴിക്കുവാനായിട്ട് പൂരപ്പറമ്പിലേക്ക് കയറി വന്ന മോഹനൻ എന്നൊരു വ്യക്തി മരിക്കുവാൻ സ്ഥലം അന്വേഷിച്ച് നടക്കുന്ന സമയത്താണ് ശാന്തി സമാജ് അംഗങ്ങൾ കണ്ടെത്തുന്നതും അവനെ കൊണ്ടുവന്ന് അവൻ്റെ പ്രശ്നങ്ങൾ നോക്കിയപ്പോൾ അമ്മയെ കൊന്നിട്ട് വേണം അവന് മരിക്കാൻ. അത്രയേറെ കടബാധ്യതയുള്ളൊരു മനുഷ്യനായിരുന്നു. പിന്നീട് ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ വന്ന വലിയ മാറ്റം, അവൻ വിവാഹം കഴിച്ചു, നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ രാജൻ എന്നൊരു വ്യക്തി സ്വർണ്ണപ്പണിക്കാരൻ, ഉളരിക്കാരനാണ്. ഇതേപോലെ സൈനൈഡ് കഴിച്ച് മരിക്കുവാനായിട്ട് പൂരപ്പറമ്പിലേക്ക് കടന്നു വരികയുണ്ടായി. ഇവിടെ ഒറ്റപ്പെട്ട സ്ഥലം അന്വേഷിച്ച് നടക്കുന്ന സമയത്താണ് ഏകദേശം ഒരു 3:30 ഈ രാജനെ കണ്ടെത്തുന്നത്. രാജനെ കണ്ടെത്തി രാജനുമായി സംസാരിച്ച് രാജൻ്റെ വീട്ടുകാരുടെ അടുത്ത് ചെന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ രാജൻ്റെ ജീവിതത്തിലുണ്ടായ മകൻ വേറൊരു പെൺകുട്ടിയെ കൊണ്ടുവന്നതിലുണ്ടായ വലിയ വിഷമമാണ് രാജനെ മരിക്കാനുള്ളൊരു പ്രവണതയിലേക്ക് കടത്തിവിട്ടത്. ആ രാജനെ തിരിച്ചു കൊണ്ടുവന്ന് നെസ്റ്റിലൊക്കെ ധ്യാനം കൂട്ടി. പിന്നീട് രാജൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം വന്നു. മകളുടെ കല്യാണമെല്ലാം കഴിഞ്ഞു. അങ്ങനെ നിരവധി പേരാണ് ആത്മഹത്യയിൽ നിന്നും രക്ഷപ്പെട്ടത്. ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു തകർച്ച വന്നപ്പോൾ
ഞങ്ങൾ അവസാനമായി എല്ലാ ഭാഗത്തും പോയി രക്ഷപ്പെടാൻ മാർഗ്ഗമില്ല എന്ന് കണ്ടപ്പോൾ ഞങ്ങളൊരു ധ്യാനത്തിന് പോയതാണ്. അപ്പോഴാണ് ഞങ്ങൾ ബ്രദറിനെ കണ്ടുമുട്ടിയത്. ആ സമയത്ത് ബ്രദറുമായി സംസാരിച്ചു, ധ്യാനം കൂടി, കൗൺസിലിംഗ് നടത്തി. അതിൽ നിന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിന് വേണ്ടതായ ഒരു വഴിത്തിരിവാവാൻ ഞങ്ങൾക്കൊരു ധൈര്യം പകരാൻ വേണ്ടി ആ ബ്രദർ കൂടെ നിന്ന് ഞങ്ങൾക്കൊരു കട ഇട്ട് തന്നു. ഈ കട ഇട്ടത് വലിയൊരു അനുഗ്രഹമാണ്. ഞങ്ങൾ ആ വചനം എഴുതി വെച്ചു, പൗലോസ്ലീഹായുടെ നിനക്ക് എൻ്റെ കൃപ മതി എന്നുള്ള ആ വചനം. ആ വചനത്തിലൂടെ ഞങ്ങൾ ഇന്നും കട ജീവിച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ ജീവനുള്ള ദൈവത്തിൻ്റെ രൂപമായിട്ടാണ് ജീവിച്ചു പോണത്. ആ കട തുടങ്ങി അന്ന് മുതൽ ഞങ്ങൾക്ക് ഓരോ മനുഷ്യരിലേക്കും കരുണ വർഷിക്കുവാനും അതുപോലെ അവർക്ക് ദൈവത്തെ കൊടുക്കുവാനും ഞങ്ങളുടെ ഒപ്പം ബ്രദറൊപ്പം എല്ലാ ദിവസവും അവിടെ വരും. പാവപ്പെട്ട ജനങ്ങൾ ഞങ്ങളുടെ കടയിലേക്ക് കടന്നു വരും. അവർക്ക് വേണ്ടി ഞങ്ങൾ എന്താ പറയുക, പണമായിട്ടായാലും ഒരു വാക്കിലൂടെ ഇപ്പം നമ്മുടെ കടയിൽ വന്ന് ഒരാൾ സഹായം ചോദിക്കുമ്പോൾ ആ മക്കളെ ധൈര്യപ്പെടുത്താനും ആ മക്കൾക്ക് വേണ്ടി നമ്മൾ ഒപ്പം നിൽക്കുവാനും നിന്നപ്പോൾ അവരുടെ കാര്യങ്ങൾ ദൈവം നടത്തി കൊടുക്കണേ. ശാന്തി സമാജിന്റെ പ്രവർത്തനങ്ങൾ ഇന്ന് വിവിധ ദേശങ്ങളിലുള്ള അനേക ശുശ്രൂഷകർക്ക് മാതൃക കൂടിയാണ്. പാവപ്പെട്ടവർക്കും നിരാശ്രയർക്കും വേണ്ടി ഏതറ്റം വരെയും പോകുവാനും ദൈവാത്മപ്രേരിതമായി എന്ത് സഹായവും അവർക്ക് ചെയ്തു കൊടുക്കുവാനും മടിയില്ലാത്ത ഈ സമൂഹം തങ്ങളുടെ ഓരോ ദിവസത്തെയും പ്രവർത്തനങ്ങൾ ഏറ്റവും മാതൃകാപരമായി മാറ്റുവാൻ ഉത്സാഹിക്കുന്നു. കാരുണ്യവർഷത്തോടനുബന്ധിച്ച് ശാന്തി സമാജിന്റെ നേതൃത്വത്തിൽ തൃശൂർ പട്ടണത്തിൽ പകൽ വഴിയാത്രക്കാർക്കായി പതിവായി നടത്തപ്പെടുന്ന സംഭാര വിതരണം ഒരു ഉദാഹരണമാണ്. ശാന്തി സമാജിന്റെ ശുശ്രൂഷകരുടെ ഉദാത്തമായ ഒരു പ്രവർത്തന മേഖലയാണ് ചങ്ങാതിക്കൂട്ടം. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് അടിസ്ഥാന ജോലികൾക്കായി എത്തിപ്പെടുന്ന അസംഘടിതരായ അനേകരെ ചങ്ങാതിക്കൂട്ടത്തിന്റെ തണലിൽ ഈ ശുശ്രൂഷകർ ഒരുമിച്ചു കൂട്ടുകയും ആവശ്യമായ ഘട്ടങ്ങളിലെല്ലാം അവർക്ക് സഹായത്തിനെത്തുകയും സർവോപരി നന്മയുടെ വഴിയെ നയിക്കുന്നതിനായി ഏറെ പ്രവർത്തനങ്ങൾ അവർക്കായി സംഘടിപ്പിക്കുകയും ചെയ്തു വരുന്നു. ആരും പരിഗണിക്കാതെ പോകുന്ന ഇത്തരം അനേക ആത്മാക്കളെ ആത്മവിശ്വാസത്തിലും നന്മയിലും വളർത്തുവാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുള്ളത് അഭിനന്ദനാർഹമാണ്. ശാന്തി സമാജിൻ്റെ ഇന്നത്തെ വരെയുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ ഒരുപാട് പെൺകുട്ടികളുടെ വിവാഹത്തിന് സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കാനൊക്കെ ശാന്തി സമാജിന് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് വലിയൊരു നേട്ടമാണ്. അതേപോലെ ആത്മീയ രംഗത്ത് ഒത്തിരിയേറെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാ മേഖലകളെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ലക്ഷ്യമാണ് ശാന്തി സമാജിൻ്റേത്. അത് വൈദികരായാലും സന്യസ്തരായാലും അൽമായരായാലും അവരെയെല്ലാം കൂട്ടിച്ചേർത്ത് ഈ ദൈവത്തിൻ്റെ പങ്കാളിത്തത്തിലേക്ക് കൂട്ടിച്ചേർത്ത് ഒന്നിച്ച് പോകുന്ന ഒരു സംഘടനയാണ് ശാന്തി സമാജ്. ഈശോ ഏറ്റവും പാവപ്പെട്ടവരുടെ കൂടെയായിരുന്നു. അവർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു കൊടുക്കാമോ അത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ശുശ്രൂഷയുടെ മെയിൻ ഉദ്ദേശം. ഞങ്ങളുടെ സ്ഥാപനം സിസ്റ്റേഴ്സ് ഓഫ് മേഴ്സി സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി വെട്ടിക്കുഴി സ്മൈൽ വില്ലേജ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ പാവപ്പെട്ടവരെ ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നു, ഏറ്റവും പരിക്തത്തിലും നിരാലംബരവുമായവരെ മാത്രം. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് സ്ട്രീറ്റ് മിനിസ്ട്രിയും കൂടി ചെയ്യണമായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ആഴ്ചയിൽ 2 ദിവസം അല്ലെങ്കിൽ 1 ദിവസം ഈ സ്ട്രീറ്റിലേക്ക് വരുമായിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് ഈ ശാന്തി നിലയം എന്ന ഈ സ്ഥാപനമായിട്ട് പരിചയപ്പെട്ടതും കൂടുതൽ ശുശ്രൂഷയെക്കുറിച്ച് അറിയുവാനും വേണ്ടിയിട്ട് ഈ ബ്രദർ ഡേവിസ് ബ്രദറുമായിട്ട് ബന്ധപ്പെട്ടു. അങ്ങനെ ഈ ബ്രദറിലൂടെ കുറച്ചുകൂടി മനുഷ്യരുടെ ശുശ്രൂഷയെക്കുറിച്ച് പഠിക്കാൻ സാധിച്ചു. അപ്പോൾ ഞങ്ങൾ തുടർന്ന് ഈ ശുശ്രൂഷ തുടങ്ങിയിട്ട് 2013 ഈ ശുശ്രൂഷ തുടങ്ങിയത്. ഈ വർഷം കൂടുതലായിട്ട് ദേവസ്വം ബ്രദറുമായിട്ട് ബന്ധപ്പെട്ട് മറ്റുള്ളവർക്ക് ഒത്തിരി സഹായങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് ഞങ്ങൾക്കൊരു അവസരം കിട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുമ്പോഴൊക്കെ ഈ ശാന്തി നിലയത്തിലേക്ക് വിളിക്കുകയും ഇവർ കഴിവിൻ്റെ പരമാവധി ഈ സ്ഥാപനം ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. പല ഭാഗങ്ങളിലായിട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്.
ഏകദേശം 14 ജില്ലകളിലും ഇത് ഓരോ പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഓരോ ജില്ലകളിലും അതിൻ്റേതായിട്ടുള്ള അൽമായരും സിസ്റ്റേഴ്സൊക്കെ കൂടി ഇവിടെ വരികയും ഇവിടെ വന്നതിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ട് പല ഭാഗങ്ങളിലും ഇന്ന് ഇന്ത്യക്ക് അപ്പുറത്തും പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. പ്രത്യേകിച്ച് ഡൽഹിയിലൊക്കെ സിസ്റ്റർ സുമ വക്കീലാണ്. അവിടെയൊക്കെ ഒത്തിരിയേറെ ഈ പ്രവർത്തനങ്ങളുടെ മേഖലകളൊക്കെ ഡൽഹിയിലൊക്കെ പ്രവർത്തിക്കുകയും അവിടെ ചേരികൾ ഒഴിപ്പിക്കാൻ എന്ന സമയത്തൊക്കെ പൊക്കിളിൻ്റെ മേൽ ചാടി വീഴുകയും അതിനെ തടസ്സപ്പെടുത്തുകയൊക്കെ ചെയ്ത സംഭവം പത്രങ്ങളിലൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. സിസ്റ്ററൊക്കെ ഇതിൻ്റെ ഒത്തിരി കാര്യങ്ങൾ ഉൾക്കൊണ്ട് അവിടെ പ്രവർത്തിക്കുന്നതാണ്. ഇപ്പോൾ ശാന്തി സമാജിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് തൃശ്ശൂരിൽ മാത്രം കേന്ദ്രീകൃതമല്ല, മറ്റു ജില്ലകളിലും ഇതിനെ വളരെയേറെ പ്രവർത്തിക്കുവാനുള്ള തീഷ്ണത, അല്ലെങ്കിൽ അവർക്ക് ഇവിടെ വന്ന് ഇത് കണ്ടുമായി ഇതിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുവാനും ഈ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം വന്ന് അത് ഉൾക്കൊണ്ട് പ്രവർത്തിക്കുവാനൊക്കെ സാധിച്ചു എന്നുള്ളത് വലിയ സന്തോഷകരമാണ്. ശാന്തി സമാജ് എന്ന കരുണയുടെ വ്യത്യസ്തമായ ഈ ശുശ്രൂഷ മേഖലയ്ക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട കരിപ്പേരി അച്ഛന് ശക്തി പകരുന്നത് തൃശൂർ സ്വദേശികളായ ഏതാനും നല്ല സമരായരാണ്. നിരാലംബരും ദുഃഖിതരുമായ അനേകർക്കിടയിലേക്ക് നീളുന്ന ഇവരുടെ കാരുണ്യത്തിൻ്റെ ഹസ്തം ഈ ലോകത്തിന് മുഴുവൻ കരുണയുടെ സന്ദേശം പകരുന്നു. ശാന്തി സമാജിൻ്റെ ആരംഭം മുതൽ ഈ മഹത്തായ ശുശ്രൂഷയുടെ നെടുംതൂണായി നിലനിൽക്കുന്ന ഒരു വ്യക്തിത്വമുണ്ട്. തൃശൂർ സ്വദേശിയായ കുരിശിങ്കൽ ദേവസിയാണ് അത്. വറ്റാത്ത കരുണയുടെ വക്താക്കളായി തെരുവിലേക്കിറങ്ങുന്ന ശാന്തി സമാജിൻ്റെ അനേക ശുശ്രൂഷകർക്ക് മികച്ചൊരു മാതൃക കൂടിയാണ് അദ്ദേഹം. ഉദാരതയോടെ ജീവിക്കുന്ന മനുഷ്യരെ കാണുമ്പോൾ, അവരുടെ സന്തോഷം കാണുമ്പോൾ, അവരെല്ലാവരും ഒത്തിരി സമ്പാദ്യങ്ങളുള്ളവരല്ല, പക്ഷേ ഒത്തിരി നല്ല മനസ്സുണ്ട്, ഒത്തിരി നല്ല സ്നേഹമുണ്ട്. അവിടെ അത്ഭുതങ്ങളാണ് വിരചിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ദേവസിയെക്കുറിച്ച് കേൾക്കും. ദേവസി ഒരു അത്ഭുത ജീവിയാണ്. മറ്റുള്ളവർക്ക് എന്തൊക്കെ നന്മ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാൻ, തൻ്റെ മുന്നിൽ വരുന്നവൻ പറ്റിക്കാൻ വരുന്നവനായാലും അവനെ പോലും പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു ചിന്താഗതിക്കാരൻ. കടം മേടിച്ചായാലും മറ്റുള്ളവരെ സഹായിക്കാൻ തയ്യാറാകുന്ന ഒരു നല്ല സമരായൻ. അതാണ് ദേവസി. ദേവസിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദേവസി കൈവയ്ക്കാത്ത മേഖലകളില്ല. ഈ ആക്രി കച്ചവടക്കാർ, അതുപോലെ പൂരപ്പറമ്പിൽ നിരാശപ്പെട്ട് വിഷമിച്ച് ആത്മഹത്യക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർ, അതുപോലെ മദ്യപാനം മൂലം തകർന്ന മനുഷ്യർ, രോഗികളായിട്ടുള്ളവർ, വിവാഹത്തിന് യാതൊരു മാർഗവുമില്ലാതെ അവരെ സഹായിക്കുന്ന രീതി, ഇങ്ങനെ എല്ലാ കർമ്മരംഗങ്ങളിലും വീട്ടിലേക്ക് കൊണ്ടുപോയി ജട പിടിച്ച് ഒരു വികൃതമായ മനുഷ്യൻ, കണ്ടാൽ അസ്വസ്ഥത തോന്നുന്ന മനുഷ്യൻ്റെ ആ ജടകളൊക്കെ വെട്ടിക്കൊടുത്ത് സുന്ദരമായ മാലാഖയുടെ മുഖം ചമയ്ക്കുന്നവൻ, അതൊക്കെയാണ് ദേവസി. ദേവസി ഒത്തിരി നന്മ. തമാശയ്ക്ക് വേണ്ടിയായാലും ഞാൻ ദേവസിയെക്കുറിച്ച് പറയാം, വചനഗുണ്ട എന്നാണ്. ചെറുപ്പകാലം മുതൽ ദൈവം അനുഗ്രഹിച്ചു നൽകിയ മികച്ചൊരു കുടുംബാന്തരീക്ഷമാണ് ഈ മേഖലയിലേക്ക് തന്നെ വളർത്തിയത് എന്ന് ദേവസി ഓർമ്മിക്കുന്നു. പിതാവിൻ്റെ കരുണയുടെ ജീവിത മാതൃക തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രചോദനമായി അദ്ദേഹം എടുത്തു പറയുന്നു. ഈ പ്രവർത്തന മേഖലയിലേക്ക് എനിക്ക് കടന്നു വരുവാനായിട്ട് പ്രചോദനമായത് എൻ്റെ അപ്പനാണ്. 2 ഭിക്ഷാടകരെ രാത്രി വേറെ സ്ഥലത്തേക്കൊന്നും പോകാൻ സാധിക്കാതെ കണ്ണ് കാണാതെ ഇരിക്കുന്ന 2 പേരെ ഭവനത്തിൽ കൊണ്ടുവരികയും അവർക്ക് വസ്ത്രവും ഭക്ഷണവും കിടക്കാനുള്ള സ്ഥലം ഒരുക്കി കൊടുക്കുകയും ചെയ്തു. അന്ന് ഞങ്ങൾ കൊച്ചായിരിക്കുമ്പോഴൊക്കെ നോക്കി കണ്ടിരുന്നത് അവരെ സംരക്ഷിക്കുന്നതാണ്. അതിലൂടെ മനസ്സിൽ
കടന്നു വന്ന ചിന്തയാണ് ഈ പാവപ്പെട്ടവരോടൊപ്പം ആയിരിക്കുന്നത് എത്രയോ നല്ലതാണെന്ന്. കാരണം അവർക്ക് വേറൊരുത്തിലേക്കും പോകാനില്ല, അവർക്ക് കിടക്കാൻ ഇടമില്ല, സ്വന്തമെന്ന് പറയാൻ അവർക്ക് ആരുമില്ല. പക്ഷേ നമ്മളെല്ലാവരും അവർക്ക് സ്വന്തക്കാരും നമ്മളെല്ലാവരും അവർക്ക് വേണ്ടപ്പെട്ടവരുമായി തീരുമ്പോഴാണ് അവർ നമ്മളിൽ ഒരുവരായിട്ട് തീരുന്നത്. തുടർന്നുള്ള വഴികളിൽ എന്നും ദൈവം തന്നെ മനോഹരമായി വഴി നടത്തിയിരുന്നത് ദേവസി ഏറെ കൃതജ്ഞതയോടെ സ്മരിക്കുന്നു. തൻ്റെ കരുണയുടെ സന്ദേശം ലോകത്തിന് നൽകുവാൻ ദൈവം പ്രത്യേകമായി രൂപം നൽകിയ ഈ വലിയ ശുശ്രൂഷാരംഗത്ത് മാതൃകാപരമായി മുന്നേറുവാനുള്ള കൃപയും അവിടുന്ന് തന്നെ അദ്ദേഹത്തിന് നൽകി. ഞാൻ ആദ്യം ജോർജ് കുറ്റിക്കിലച്ചൻ്റെ ഒപ്പമായിരുന്നു പ്രവർത്തിച്ചത്. അന്നൊക്കെ ഭിക്ഷാടകരെ ധ്യാനത്തിനൊരുക്കി അവർക്ക് ഭക്ഷണമൊരുക്കി ഒക്കെ നിന്നിരുന്നൊരു കാലഘട്ടം. അതിൽ നിന്നും ഈ ഭിക്ഷാടകരുമായിട്ട് ഒരുപാട് അടുത്തപ്പോഴാണ് ഓരോ ഭിക്ഷാടകൻ്റെ ജീവിതത്തിൽ അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനൊക്കെ സാധിച്ചത്. അത് കഴിഞ്ഞ് ജയിൽ മിനിസ്റ്ററൊക്കെ പോയി തടവുകാരോടൊപ്പം ആയിരിക്കുവാനും, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇനി കടന്നു ചെല്ലാത്ത മേഖലകളില്ല. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ യേശുക്രിസ്തു പറഞ്ഞ ആ വഴികളിലൂടെയൊക്കെ കടന്നു പോകുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് എല്ലാ മനുഷ്യരെക്കുറിച്ചും വ്യക്തമായൊരു ചിന്ത ഇതിലൂടെയൊക്കെ ലഭിക്കാനിടയായി. അത് യഥാർത്ഥത്തിൽ ഈ ദാരിദ്ര്യ സമ്പത്താണ്. ദാരിദ്ര്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ ദാരിദ്ര്യം സമ്പത്തായി മാറുന്നത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുമ്പോഴാണെന്ന തിരിച്ചറിവ്. ആ തിരിച്ചറിവാണ് ഈ ശുശ്രൂഷയിലേക്ക് എന്നെ നയിച്ചത്. ഇന്ന് ഈ ആധുനിക ലോകത്ത് ദൈവീക കരുണയുടെ ജീവിക്കുന്ന സാക്ഷ്യമാക്കി ദൈവമുയർത്തിയ ഈ വലിയ ശുശ്രൂഷയെക്കുറിച്ച് നിറഞ്ഞ മനസ്സോടെ ബഹുമാനപ്പെട്ട കരിപ്പേരി അച്ഛൻ പങ്കുവയ്ക്കുന്നു. പ്രത്യേകമായ ദൈവിക ഇടപെടലുകളുടെ പിൻബലം സകല ശുശ്രൂഷകരുടെയും സമർപ്പണത്തിന് പിന്നിൽ അദ്ദേഹം ദർശിക്കുന്നു. ഈ ശാന്തി സമാജിലെ അംഗങ്ങളിലെ നിറഞ്ഞു നിൽക്കുന്ന ദൈവ സാന്നിധ്യം, ദൈവകാരുണ്യം, ദൈവത്തിൻ്റെ കാരുണ്യം മനുഷ്യാവതാരം ചെയ്ത മനുഷ്യമക്കളെ പോലെയാണ് ശാന്തി സമാജിലെ ഓരോരുത്തരെയും ഞാൻ കാണുക. കാരണം അവരൊക്കെ കർമ്മരംഗങ്ങളിൽ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നവരാണ്. എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ഒത്തിരി പേരുണ്ട്. ചിലരൊക്കെ വഴക്ക് പറയുമ്പോൾ പിന്നെ അവർ കൂടെ ഉണ്ടാകാറില്ല. പക്ഷേ ദേവസി കൂടെ നിൽക്കുന്ന, എന്തൊക്കെ പറഞ്ഞാലും കൂടെ നിൽക്കാൻ ചങ്കൂറ്റമുള്ള ചുരുക്കം പേരിലെ ഒരാളാണ് ദേവസി. അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും അച്ഛൻ്റെ കൂടെ നിൽക്കാൻ തയ്യാറുള്ള വ്യക്തി. അതാണ് ദേവസി. ദേവസിയിലൂടെ എന്ത് കാര്യം പറഞ്ഞാലും അത് നടത്താനുള്ള ആ ചങ്കൂറ്റം, ധൈര്യം, നാണം കെടാനുള്ള തൻ്റെ ഇടം, ഇതൊക്കെ ദേവസിക്കുണ്ട്. അതെ, ശാന്തി സമാജ് വേദനിക്കുന്ന മക്കൾക്കൊരത്താണിയായി എന്നും നിലകൊള്ളുകയാണ്. അതൊരു നീരുറവയാണ്, കാരുണ്യത്തിൻ്റെ നീരുറവയാണ് ശാന്തി സമാജ്. അതിൽ പ്രവർത്തിക്കുന്നവരെ അതെ കാരുണ്യത്തിൻ്റെ മുഖവുമായി കർമ്മരംഗങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഈശോ ജീവിക്കുന്നു. കാരുണ്യവാനായ ഈശോയുടെ തിരുമുഖം ആളുകൾ കാണുന്നു. ദൈവിക കരുണയുടെ വാതിൽ ഈ ലോകത്തിന് മുന്നിൽ തുറക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ ജീവിത യാഥാർത്ഥ്യങ്ങൾക്കുമേൽ സ്വീകരിക്കുവാനും അത് സഹജീവികൾക്ക് പങ്കുവയ്ക്കുവാനും നമുക്ക് ബാധ്യതയുണ്ട്. കരുണയുടെ ജീവിത സാക്ഷ്യമായി അനേക ഹൃദയങ്ങളിൽ പ്രകാശം നിറയ്ക്കുന്ന ശാന്തി സമാജ് ശുശ്രൂഷകൾക്കൊപ്പം കരുണയുടെ കാവലാളുകളായി മാറുവാൻ നമുക്കും പരിശ്രമിക്കാം.